ഹലോ എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ, അതായത് 3 ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പാറ്റേണിൽ ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലെ ഈ കാണുന്ന പാറ്റേൺ ആണ്. നെക്സ്റ്റ് 2 പാറ്റേൺസ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പാറ്റേൺ ഇതാണ് വരുന്നത്. അതുപോലെ തേർഡ് പാറ്റേൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാറ്റേൺ ആണ് വരുന്നത്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് കോഡ് എഴുതുന്ന ടൈമിൽ ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് കോഡ് നമുക്ക് ഈ സെക്കൻഡ് കോഡില്ലേ, ഇത് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് കോഡ് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കോഡും വളരെ, അതായത് ഫസ്റ്റത്തെ സ്റ്റാർ പാറ്റേണും വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എങ്ങനെ കോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഒരു ടാബിളൊക്കെ വെച്ചിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ടാബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലൂപ്പിൻ്റെ ഇഫ് കണ്ടീഷനും എൽസ് കണ്ടീഷനൊക്കെ ഞാൻ ടെർണറി ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇഫ് കണ്ടീഷനും എൽസ് കണ്ടീഷനും അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു റോയും കോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലൂപ്പിനനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എന്ത് ചെയ്യാം, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പ്രോഗ്രാമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്രിൻ്റ് എഫ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാനിത് ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പുതിയതായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, ഇൻറ്റ് n അസൈൻ 5 എന്ന് കൊടുക്കാം ഒരു വാല്യൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ലൂപ്പാണ്, ഇത് നമ്മുടെ മെയിൻ ഫോർ ലൂപ്പാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റ് ഐ അസൈൻ ഐൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. നെക്സ്റ്റ് ഐ ലെസ് ദാൻ ഏതുവരെ, നമുക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഇൻറ്റു n/2. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നത്, അതിൻ്റെ ഞാൻ കാരണം ജസ്റ്റ് പറഞ്ഞു തരാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് എന്ത് വരെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലെസ് ദാൻ n വരെ കൊടുത്താലും മതി, n/2 എന്ന് കൊടുത്താലും മതി. ഓക്കെ, മറ്റേ അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദെൻ വേണ്ടത് നമുക്ക് എന്താണ്, സ്പേസും അതുപോലെ സ്റ്റാറും പ്രിൻ്റ് ചെയ്യിക്കാനുള്ള 2 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. സ്പേസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇതാണ് നമ്മുടെ ടെർണറി ഓപ്പറേറ്ററിന് വേണ്ടി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആകുന്നത് വരെ എന്തായിരിക്കും, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ, ഐ എന്ന് പറയുന്നതായിരിക്കും ഇവിടെ നമ്മുടെ സ്പേസ്. ഐൻ്റെ വാല്യൂവിനനുസരിച്ച് 0, 1, 2, 3, 4 അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സ്പേസ് പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 5. ഓക്കെ, അപ്പോൾ ആ 5നോട് ഈക്വൽ എന്താകുമ്പോൾ ഐൻ്റെ വാല്യൂം എത്തുന്ന ടൈമിൽ, അതായത് ഐൻ്റെ വാല്യൂവും 5 ആകുന്ന ടൈമിൽ ഈ എൽസ് കണ്ടീഷനാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയാണ് എഴുതാൻ പോകുന്ന ഇക്വേഷൻ. ഓക്കെ, n/2 - i എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ n/2 - i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളാണ്. എന്നിൻ്റെ വാല്യൂ 5, 5/2 എന്ന് പറയുന്നത് 10, 10 - i. ഈ എൽസ് കണ്ടീഷനിൽ അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, കാരണം 5 വരെ ഈ ഒരു ഇഫ് കണ്ടീഷനിൽ വർക്ക് ചെയ്യും, അത് കഴിഞ്ഞാൽ 6 ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 10. ഓക്കെ, 10-ൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 5 അല്ല 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 4 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനത് ലൂപ്പിൽ നമ്മൾ കോഡ് റൺ ചെയ്യുമല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സെക്കൻഡ് പാർട്ട് ഈ ഒരു ഇമേജിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇമേജിൻ്റെ ഇവിടെ കണ്ടോ. ഓക്കെ, ഇതിൽ നമ്മൾ എക്സ്ട്രാ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റ് സ്റ്റാർസ് അസൈൻ, ഇത് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതുകൂടി നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ i+1 എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഐ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യിക്കാം, പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊരു സ്പേസ് വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ n
2 minus I plus 1. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ n ഇൻറ്റു 2 മൈനസ് I പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് 10 മൈനസ് 6 4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാനാണ്. ഓക്കെ, ഇതാണ് 5 സ്റ്റാർ. ഈ എൽസ് കണ്ടീഷനിൽ 5 സ്റ്റാർ വരുന്നതും അതുപോലെ ഇവിടെ I പ്ലസ് 1 എന്ന് പറയുന്ന 5 സ്റ്റാർ, അതായത് 1 സ്റ്റാർ ആയിരിക്കും സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയുന്ന ഫസ്റ്റത്തെ കണ്ടീഷനിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കും. നമുക്ക് എത്ര സ്റ്റാറാണ് വേണ്ടത്? ഇവിടെ നോക്കൂ, 1 സ്റ്റാർ ആണ് വേണ്ടത്. ഓക്കെ, ഈ 1 സ്റ്റാർ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അതായത് I പ്ലസ് 1, ഐൻ്റെ വാല്യൂ 0 ആണ്. 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇതല്ലേ, കറക്റ്റ് ആണല്ലോ, 1 സ്റ്റാർ ആണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് 2 സ്റ്റാർ അതുപോലെ 3 സ്റ്റാർ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, അത് ഈ ഒരു കണ്ടീഷന് ഇതുവരെ എത്തും, ഇഫ് കണ്ടീഷൻ. ഓക്കെ, ഞാൻ അതിൻ്റെ ലാസ്റ്റ് കണ്ടീഷൻ പറഞ്ഞുതരാം. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 5 ആകുമ്പോൾ എവിടെയായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഓക്കെ, ഇഫ് കണ്ടീഷൻ്റെ ഏറ്റവും അവസാനത്തെ പോസിബിലിറ്റിയാണ് അത്. അപ്പോൾ I പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6 ആണ് വരുന്നത്, 5 അല്ല അതിൻ്റെ ലാസ്റ്റ് വാല്യൂ വരുന്നത് ഈ ഒരു ഇഫ് കണ്ടീഷനിൽ. എൽസ് കണ്ടീഷനിൽ വേറെയാണ്, ഇഫ് കണ്ടീഷനിൽ ഏതാ വരുന്നത്? 5 പ്ലസ് 1 എന്ന് പറയുന്നത് 6 സ്റ്റാർ നമുക്ക് എവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പൊസിഷന് നോക്കൂ, 1 2 3 4 5 6 സ്റ്റാറാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവിടുന്ന് കുറഞ്ഞ് വരണം അല്ലേ? ഇവിടെ 5 സ്റ്റാർ അതുപോലെ 4 3 2 1 എന്ന് പറയണം. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ നെക്സ്റ്റ് 5 ആയിരിക്കും ഇവിടെ എൽസ് കണ്ടീഷനിൽ ആദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ 5 കിട്ടുന്നുണ്ടോ നോക്കാം. n ഇൻറ്റു 2 എന്ന് പറയുന്നത് 10. ഓക്കെ, 10 മൈനസ് I എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 6 ആയിട്ടില്ലേ? 10 മൈനസ് 6 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 1 എന്ന് പറയുന്നത് ഓക്കെ 5. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അങ്ങനെ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇത് കറക്റ്റായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റോയും കോളോ ഇതും വെച്ചിട്ട് ഐൻ്റെയും എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് കറക്റ്റായിട്ട് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കാണിച്ചു തരാം, ഫോർ ലൂപ്പ്. ഇനിയാണ് നമ്മുടെ ഫോർ ലൂപ്പ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഫോർ ലൂപ്പ് എഴുതി നമുക്ക് എന്ത് ചെയ്യാം, എന്ത് കൊടുക്കാം, നമുക്ക് ജെ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കാം. ജെ അസൈൻ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജെ ലെസ് ദാൻ, ഇനി നമുക്ക് ജെ ലെസ് ദാൻ എന്ത് കൊടുത്താൽ മതി, ഡയറക്റ്റ് ഇങ്ങനെ സ്പേസസ് എന്ന് കൊടുത്താൽ മതി. കാരണം സ്പേസിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, സ്പേസസ്. അത് കഴിഞ്ഞിട്ട് ജെ പ്ലസ് പ്ലസ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്പേസ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നു, പ്രിൻ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നെക്സ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റ് നമുക്ക് കെ എന്ന് കൊടുക്കാം. ഇൻറ്റ് കെ അസൈൻ 0, കെ ലെസ് ദാൻ ഏതാണ്, സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യിക്കാനുള്ളതാണ് നമ്മൾ. ഓക്കെ, കെ ലെസ് ദാൻ സ്റ്റാർസ് കെ പ്ലസ് പ്ലസ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നു, ഒരു സ്പേസും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് 2 ലൂപ്പും അതായത് സ്പേസും സ്റ്റാറും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ്/n എന്ന് കൂടി കൊടുക്കണം നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്. ഇൻറ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, ഓക്കെ, നമ്മളിവിടെ I പ്ലസ് 1 എന്നതിന് ശേഷം എന്താണ് കൊടുത്തിട്ടുള്ളത്, സെമി കോളനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടെ എറർ വരാൻ കാരണം. അതുപോലെ 12th ലൈനിലൊരു എറർ കാണിക്കുന്നുണ്ട്, സ്റ്റാർസ് അൺഡിക്ലെയർഡ്. ഓക്കെ, സ്റ്റാർസ് നമ്മുടെ സ്പെല്ലിങ് മിസ്സാവാനാണ് ചാൻസ്. ഓക്കെ, അതിൻ്റെ ഓക്കെ ലെറ്റ് മീ ചെക്ക്. സ്റ്റാർസ് അൺഡിക്ലെയർഡ് ഫസ്റ്റ് യൂസ് ഇൻ ദിസ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ സ്റ്റാർസ് എന്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് നമ്മൾ സെമി കോളൻ ഇട്ടിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ, ജസ്റ്റ് ഓക്കെ. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കോഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ചെക്കായി പോയി, അതായത് എവിടെയാണ് എറർ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താണ് ഞാൻ. ഓക്കെ, അപ്പം
നമുക്ക് നെക്സ്റ്റ് എന്താണ് നോക്കേണ്ടത്? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സെയിം കോഡ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നേരത്തെ കണ്ട നമ്മുടെ സെക്കൻഡ് ഈ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തിട്ടില്ലേ, ഈ സെക്കൻഡ് സ്റ്റാറും അതുപോലെ തന്നെ തേർഡ് വണ്ണും നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെക്കൻഡ് വൺ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആദ്യം ഇത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ആദ്യത്തെ ഈ ഒരു ഇൻറ്റിൻ്റെ അതായത് സ്പേസിൻ്റെയും സ്റ്റാറിൻ്റെയും കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ചസ് വരുത്തുന്നത്. ബാക്കിയൊന്നിൻ്റെയും നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആകുമ്പോൾ, കണ്ടീഷൻ ആകുമ്പോൾ ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമുക്ക് സ്പേസ് വേണ്ടത്. ഓക്കെ, അതല്ലാത്ത കേസിലോ n × 2 - i ഇത് ഓക്കെയാണ്. സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ ഈ ഒരു കണ്ടീഷൻ മതി നമുക്ക്. എങ്കിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ എന്താണ്? n - i+1 എന്ന് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ i+1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു n മൈനസ് എന്ന് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ ലാസ്റ്റ് n × 2 - i-1 എന്നല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യും? i - n - ഓക്കെ, i ഇവിടെ -n+1. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ഒരു ജസ്റ്റ് ചേഞ്ചസ് മാത്രം വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്കൻഡ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാം. ഈ ഒരു സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ സ്റ്റാർസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ മാത്രം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്പേസിൻ്റെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഓക്കെ, സ്റ്റാർസിൻ്റെ വരുന്നത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര വരുന്നത്? 5 ആണ് വരുന്നത്. 5 - ഐൻ്റെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. 5 - 0 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ്. 5+1 എന്ന് പറയുമ്പം 6 ആയി. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യത്തെ ലൈനിൽ 6 സ്റ്റാർ ഉണ്ടോ എന്ന്. ഓക്കെ, 1 2 3 4 5 6, അതെ 6 സ്റ്റാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും? ഇത് കുറഞ്ഞു വരും. ഓക്കെ, കാരണം എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത്? എന്നിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. 5 ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഓക്കെ, ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. അപ്പോൾ 5ൽ നിന്ന് ആദ്യം നമ്മൾ 0 കുറക്കുന്നത്, പിന്നെ 1 കുറക്കുന്നു. അതുപോലെ ഓരോ 1 വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് വരുന്നത്. അപ്പോൾ ഇതുവരെ എത്തും, 1 സ്റ്റാർ വരെ ഇത് പ്രിൻ്റ് ചെയ്യിക്കും ഈ ഒരു ഇഫ് കണ്ടീഷൻ. സെക്കൻഡ് ടൈം എൽസ് കണ്ടീഷൻ വരുന്ന ടൈമിലായിരിക്കും ഈ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, i - n+1, ഐൻ്റെ വാല്യൂ ഇവിടെ എത്ര ആയിരിക്കും? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ ഇത് പോകും. അതായത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഐൻ്റെ വാല്യൂ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതുവരെ ആ കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ ഓക്കെയാണ്. എൽസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 6 - n എന്ന് പറയുമ്പോൾ എത്രയാ? 6 - 5, അങ്ങനെ പറയുമ്പോൾ 1 ആണ് കിട്ടുന്നത്. ഓക്കെ, 1+1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. ഈ 2 സ്റ്റാർ അല്ലേ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇത് 3 സ്റ്റാർ 4 സ്റ്റാർ എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യും? ഇൻക്രിമെൻ്റ് ആയിട്ട് കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ വാല്യൂ ഓരോ ടൈമിലും ഇൻക്രിമെൻ്റ് ആയി കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോസിബിലിറ്റി വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാർ പാറ്റേൺ എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഇത് വളരെ ട്രിക്കിയാണ്. ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫോർ ലൂപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, സ്പേസ് പ്രിൻ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഈസിയാണ്, സിമ്പിളായിട്ട്. അതായത് ഒരു പാറ്റേണിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെൻ്റ് ആയിട്ട് പാറ്റേൺ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം? എങ്ങനെ ഇത് നമ്പേഴ്സിലും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫബറ്റൊക്കെ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാം എന്ന് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ വീഡിയോസ് വരുമ്പോൾ അതിൽ എറേഴ്സ് വരുന്നതും അത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡീബഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എററൊക്കെ സ്റ്റക്കായി വരുന്നിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഞാൻ അതിലെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, %d എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? k അല്ലേ നമ്മുടെ വേരിയബിൾ ഇവിടെ. അപ്പോൾ k+1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇത് കിട്ടും നമുക്ക്. ഓക്കെ, 1 2 3 4 5 6 വരെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? %d എന്ന് പറയുന്നതിന് പകരം %c എന്ന് കൊടുത്തിട്ട് ഓക്കെ, നമ്മൾ ഇനി ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ASCII വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ ASCII വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. +k എന്ന് പറയുമ്പോൾ
എ എന്ന് പറയുന്ന വാല്യൂ എ പ്ലസ് ബി, അതായത് എ ബി സി ഡി അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പോകാൻ വേണ്ടിയാണ്. ഓക്കെ, ആസ്കി വാല്യൂ 65, 66, 67 അങ്ങനെ പോകുന്നതിന് വേണ്ടി. ഓക്കെ, ഇനി ഇവിടെ 65 പകരം നമുക്ക് എന്ത് ചെയ്യാം, 97 എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ എൻ്റെ ആസ്കി വാല്യൂ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചതാണ്, അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, 97. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കഴിഞ്ഞ പാറ്റേൺസിന് കൂടി അതിന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്താൽ മതി. ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളോ പുതിയതായിട്ട് ആഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാകുന്നില്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.